റഷ്യ വല്ലാതെ നടുവ് ഒടിഞ്ഞിരിക്കുകയാണ് എന്നത് വാസ്തവമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ വലിയ പണച്ചെലവുണ്ടായി. ഫൈറ്റിംഗ് ഫോഴ്സ് മുന്നണിയിലേക്ക് അയക്കാനായി ആളുകളില്ല. നമ്മൾ കണ്ടതാണ് പ്രഗോഷിൻ്റെ കൂലിപ്പട്ടാളത്തെ അയക്കുന്ന നമ്മൾ കണ്ടതാണ്. പിന്നീട് പ്രഗോഷൻ വധിക്കപ്പെട്ടു. അതൊക്കെ ചരിത്രം. ഇപ്പോൾ റഷ്യക്ക് ഫൈറ്റിംഗ് ഫോഴ്സില്ല. നോർത്ത് കൊറിയയിൽ നിന്ന് വരെ ആളെ കൊണ്ടുപോകുന്നു. എന്തിന് കേരളത്തിൽ നിന്ന് പോലും ആളുകളെ അവിടെ റഷ്യയിൽ എത്തിച്ച് യുദ്ധ മുന്നണിയിലേക്ക് പറഞ്ഞു വിടുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നോൺ അവൈലബിലിറ്റി ഓഫ് ആംഡ് ഫോഴ്സസ്, അതുകൊണ്ട് അമ്യുണേഷൻസ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് ഇറാൻ നൽകിയ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചാണ് ഉക്രൈനിൽ പലയിടത്തും റഷ്യ ആക്രമണം നടത്തിയതെന്ന് ഓർക്കണം. അപ്പം റഷ്യക്കാകെ ഉള്ളത് വൻപൻ ശേഖരമുള്ളത് ആണവായുധങ്ങളാണ്. ഏതാണ്ട് 5800ഓളം ആണവ പോർമുനകളുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊക്കെ. ആണവശക്തിയാണെന്നൊക്കെ പറയാം. അമേരിക്കയെക്കാളും ഏതാനും ആണവ പോർമുനകൾ കൂടുതൽ ഉള്ളത് റഷ്യക്കായിരിക്കാം. ഇതൊരു പേപ്പറിലെ കണക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ ബാറ്റിൽ ഫീൽഡിൽ യുദ്ധങ്ങളൊക്കെ ജയിച്ചു വരുന്നത് അമേരിക്ക തന്നെയാണ്. ആത്യന്തികമായി അമേരിക്ക പ്രയോജനപ്പെടുന്നില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതായത് അമേരിക്ക ജയിക്കുന്നു, ഒരു വശത്തോട് ജയിക്കുന്നു, മറുവശത്തോട് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇതൊന്നും ശാശ്വതമല്ല. അമേരിക്കയുടെ വിജയങ്ങളും ശാശ്വതമല്ല എന്ന് പലയാവർത്തി ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടെ സൂചിപ്പിക്കട്ടെ. പക്ഷേ റഷ്യ അങ്ങനെയല്ല. റഷ്യക്ക് തോൽവി അറിയുന്നില്ല. റഷ്യ ഒരിക്കൽ പോലും ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല. ആത്യന്തികമായി റഷ്യ തോറ്റു എന്ന് പറഞ്ഞാൽ ജപ്പാനോടുള്ള യുദ്ധത്തിൽ 1905 തോറ്റു എന്ന് പറയുന്നത്, അതും കിഴക്കൻ മേഖലയിലെ ഒരു ചെറിയ യുദ്ധം മാത്രമാണ്. അല്ലാതെ റഷ്യ ഒന്നും ആർക്കും പിടിച്ചെടുക്കാനാവില്ല. പക്ഷേ റഷ്യ വിചാരിച്ചാൽ മറ്റു ചിലയിടം പിടിച്ചെടുക്കാനും ആവില്ല. അങ്ങനെയെങ്കിൽ റഷ്യക്ക് ഒരുപക്ഷെ ഒരു വലിയ രീതിയിൽ കേപ്പബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ബാഷർ അൽ അസദ് എന്ന ഏകാധിപതിയുടെ ഭരണം റഷ്യയുടെ പിന്തുണയോടെയായിരുന്നു, ഇറാൻ്റെ പിന്തുണയോടെയായിരുന്നു. സിറിയയിൽ ഭരണമാറ്റം, അൽഷറ ഭരണം കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കയും തുർക്കിയും ഇസ്രായേലും എല്ലാം കൂടി ശ്രമിച്ചപ്പോൾ റഷ്യക്ക് ഇടപെടാമായിരുന്നു. റഷ്യ ഇടപെട്ടില്ലല്ലോ. അതുകൊണ്ട് ഇറാൻ വിഷയത്തിലും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് എന്തു പറഞ്ഞാലും യഥാർത്ഥ ഇടപെടൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു ജോയിൻറ്റ് സൈനിക അഭ്യാസമൊക്കെ നടത്തി തങ്ങൾ ഇറാനോടൊപ്പമാണ്, ഐക്യദാർഢ്യം കാട്ടുന്നു എന്നെല്ലാം പറയാനും ക്ലെയിം ചെയ്യാനും എല്ലാം റഷ്യക്ക് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് റഷ്യ ഒരു നിർണായക ശക്തി അല്ല ഈ യുദ്ധത്തിൽ. ചൈനയുടെ പാട് നോക്കി പോകാനാണ് സാധ്യത. കാരണം ചൈന വളരെ ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ കാണുന്നു. കാരണം അമേരിക്ക മുൻകാലങ്ങളിൽ ഒരു 19-ാം നൂറ്റാണ്ടിലൊക്കെ അമേരിക്ക എടുത്ത നിലപാടാണ് ഇപ്പോൾ ചൈന എടുക്കുന്നത്. ഞങ്ങളൊരു കൺസോളിഡേഷൻ സ്റ്റേജിലാണ്. മറ്റുള്ള ആളുകളുടെ യുദ്ധത്തിൽ, ഞങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും മറ്റുള്ള ആളുകളുടെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത് കൈപൊള്ളിക്കാനോ പണം ചെലവാക്കാനോ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് ആവശ്യത്തിന് വിഷയങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളത് നോക്കിക്കൊള്ളാം. ഇതാണ് അതേപോലെ സൈലൻ്റായി ചൈന ആർമമെൻറ്റ് ബിൽഡ് ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥ ബാറ്റിൽ ഫീൽഡിലൊക്കെ ചൈനീസ് ആംസ് ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചതായി വലിയ തെളിവുകളൊന്നുമില്ല കേട്ടോ. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വലിയ സാധ്യതയാണ്. കാരണം ഓരോ യുദ്ധവും വലിയ വിറ്റാണ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അവരുടെ പുതിയ ആയുധങ്ങൾ പരിശോധിക്കാൻ, പരീക്ഷിക്കാൻ, അത് മാർക്കറ്റിൽ കൊണ്ടുവരാൻ. ഇന്ന പ്രഹരശേഷി ഉണ്ടല്ലോ. ഇന്ന ബോംബ്, ഈ ബങ്കർ ബസ്റ്റർ ബോംബ് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. B2 ബോംബേഴ്സ് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതുപയോഗിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കുമ്പോൾ അതിൻ്റെ ശക്തി അളക്കാൻ ഒബ്ജക്റ്റീവായിട്ട് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ഇതുപോലെയുള്ള ആർമമെൻറ്റ്സ് വാങ്ങില്ലേ, ഇതുപോലെയുള്ള ബോംബേഴ്സ് വാങ്ങില്ലേ. ഒരുപക്ഷെ B2 സ്പിരിറ്റ് അമേരിക്ക വിൽക്കില്ലായിരിക്കും. അത് അമേരിക്കയുടെ എക്സ്ക്ലൂസീവ് കാര്യമാണ്. പക്ഷേ മറ്റു വിമാനങ്ങൾ F-16, F-15 ഒക്കെ കാലഹരണപ്പെട്ടതാണ്. F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഒക്കെ വിൽക്കാനുള്ള വൻപൻ സാധ്യതയാണ്. അതുകൊണ്ട് ലോകത്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ട്രംപ് മാറി വേറൊരാൾ പ്രസിഡന്റ് ആയാലും അമേരിക്കയുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് താല്പര്യം അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ റഷ്യക്ക് അങ്ങനെയല്ല. ഒരു പരിധിയിൽ കൂടുതൽ കമ്മിറ്റ് ചെയ്യാൻ റഷ്യക്ക് സാധിക്കാത്തതുകൊണ്ട് ഇറാൻ ഈസ് ഫൈറ്റിംഗ് മോർ ഓർ ലെസ് എ ലോൺ ബാറ്റിൽ. ദുർബലമായ കുറച്ച് അലൈസ് ഉണ്ടാവും. ഹമാസ്, ഹൂതീസ്, ഹിസ്ബുള്ളാസ്, അവരൊക്കെ കുറേയൊക്കെ ഫൈറ്റ് ചെയ്യും. ഒരു യുദ്ധം വരുമ്പോൾ തീർച്ചയായും ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ്? ഇത്രയും കാലം അവരെ നനച്ച് വളർത്തിയതല്ലേ, ആ നന്ദി ഒരു പക്ഷേ അവർ കാണിച്ചേക്കാം. അവർ ദുർബലമായി കഴിഞ്ഞു. പക്ഷെ അവിടെയാണ് ഇറാൻ ഈസ് ഓൾമോസ്റ്റ് ഫൈറ്റിംഗ് എ ലൂസിങ് ബാറ്റിൽ ഇൻ ദ എൻഡ് അനാലിസിസ്. പക്ഷേ ഇറാനെ പൂർണ്ണമായി പിടിച്ചെടുക്കാനാകുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഒരു കരയുദ്ധത്തിൻ്റെ സാധ്യത ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നതേയില്ല. കാരണം ഇറാൻ്റെ ടെറൈനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഇറാന് മാത്രമാണ്. അമേരിക്ക എത്രത്തോളം സാറ്റലൈറ്റിലൂടെ പഠിച്ചാലും ഗ്രൗണ്ട് റിയാലിറ്റി ഈസ് അഡ്വാൻറ്റേജസ് ടു ഇറാൻ. മുൻകാല യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ അമേരിക്ക എത്ര കാലം പോരാട്ടം നടത്തി?
അവിടെ മലനിരകളിലേക്ക് താലിബാൻ്റെ സൈന്യങ്ങൾ മാറുന്നു. അമേരിക്ക എന്ത് ചെയ്യാനാവും? ഏതാനും പട്ടണങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാമെന്നല്ലാതെ ഒന്നും ചെയ്യാനാവില്ല. യുദ്ധമെന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് യുദ്ധത്തിലേക്ക് പ്രവേശിക്കാതെ തങ്ങളുടെ ഭരണകൂടത്തെ മാറ്റാനാവില്ല എന്ന് എങ്ങനെയോ ഇറാൻ അറിയാം. ആകാശങ്ങളുടെ യുദ്ധം ജയിക്കാനാവും, തകർക്കാനാവും. പക്ഷേ പുതിയ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ ആകാശങ്ങളിലിരുന്ന് പറ്റില്ല. ഗ്രൗണ്ടിൽ പുതിയ ഭരണകൂടം ഏറ്റെടുക്കാൻ ആളുണ്ടാകണം. ആ ഭരണകൂടം അംഗീകരിക്കപ്പെടണം. IRGC ഉൾപ്പെടെ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇറാൻ്റെ പൊതുവെയുള്ള ജനസമൂഹം വലിയ രീതിയിൽ ആളുകൾ അസംതൃപ്തരാണ് കേട്ടോ. യഥാർത്ഥത്തിൽ അതൊന്നും ഊതിപ്പിരിപ്പിച്ച കണക്കൊന്നുമല്ല. പല സർവേകളിലും, ഇൻഡിപെൻഡൻറ്റ് സർവേകൾ നടക്കുമോയെന്നറിയില്ല, നമുക്ക് പുറത്തു വന്നിട്ടുള്ള സർവേകൾ 70% ആളുകൾ ഇറാൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകളോട് അസഹിഷ്ണുതയുള്ളവരാണ്. ഇറാൻ ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ അർഹിക്കുന്നു എന്ന് കരുതുന്നവരാണ്. അതുകൊണ്ട് ഒരു ഭരണമാറ്റം അവരാഗ്രഹിക്കുന്നു. ഇന്നത്തെ നിലയിൽ ഭരണമാറ്റം ഉണ്ടാവില്ലല്ലോ. ഒരു ബാഹ്യശക്തി ഇടപെട്ട് നടത്തുന്ന ഭരണമാറ്റം പോലും തങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ചിന്തിക്കുന്ന വലിയ നമ്പർ ആളുകൾ ഇറാനിലുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇറാൻ വലിയ രീതിയിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കും, കാരണം ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടും. യുദ്ധം അമേരിക്ക ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഇതാണ്. ഈ ഉപരോധം കടുപ്പിക്കുന്നതിലൂടെ ദീർഘകാലം യുദ്ധം ഒരു മിസൈൽ പോലും അയക്കാതെ കുറച്ച് ദീർഘകാലം സംഘർഷത്തിൽ വെച്ചാൽ ഇറാൻ്റെ എണ്ണ നീങ്ങില്ല, ഒട്ടും നീങ്ങില്ല. ഇറാൻ അധികകാലം മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെ വീണ്ടും ഒരു വേവ് ഓഫ് ഡൊമസ്റ്റിക് അൺട്രസ്റ്റ് കൂടി ഉണ്ടാകും. അത് സാഹചര്യങ്ങളെ കടപുഴകി ശ്രീലങ്കയിലൊക്കെ സംഭവിച്ചില്ലേ, പാകിസ്ഥാനിൽ സംഭവിച്ചില്ലേ, ബംഗ്ലാദേശിൽ സംഭവിച്ചില്ലേ, നേപ്പാളിൽ സംഭവിച്ചില്ലേ? അതുപോലെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഇറാൻ്റെ നഗരങ്ങൾ ആളിക്കത്തും. കഴിഞ്ഞ ഒന്ന് കത്തി ഡിസംബർ 28 തുടങ്ങി വെച്ചത് 1-2 ആഴ്ച നിന്നു, ഫിസിൽ ഔട്ട് ചെയ്തു, അടിച്ചമർത്തപ്പെട്ടു. പക്ഷേ അടുത്ത പ്രാവശ്യം അടിച്ചമർത്തപ്പെടാനാവാത്ത രീതിയിൽ ജനം തെരുവിലിറങ്ങി പൊറുതിമുട്ടിയാൽ ഒരുപക്ഷെ അമേരിക്ക അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് മാക്സിമം പ്രഷർ എല്ലാ രീതിയിലും, സാമ്പത്തികമായും സൈനികമായും പ്രഷർ ചെലുത്തി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ഒരു ഗെയിം പ്ലാൻ ആണ് എങ്കിൽ അപ്പോഴും ഇറാൻ്റെ റെസിലിയൻസ് വളരെ പ്രധാനമാണ്. ഇറാൻ ഇതുവരെ ഒരു വൈദേശിക ശക്തിക്ക് കീഴടങ്ങിയിട്ടില്ല. പക്ഷേ ആഭ്യന്തരമായൊരു മാറ്റം വന്നാൽ അത് വൈദേശിക ആക്രമണമല്ല, ആഭ്യന്തരമായി വരുന്ന മാറ്റമാണ്. അതിന് വൈദേശിക ശക്തികൾ വഴിയൊരുക്കുന്നു എന്നതാകാം. കാരണം നോക്കൂ, അഫ്ഗാനിസ്ഥാൻ ഇതുവരെ കീഴടങ്ങിയിട്ടില്ല. പൂർണ്ണമായി വൈദേശിക ശക്തിയുടെ ആധിപത്യത്തിലായിട്ടില്ല. ബ്രിട്ടീഷുകാരോ ഫ്രഞ്ചുകാരോ റഷ്യൻസോ ഒന്നും തന്നെ, അവരെല്ലാം കടന്നു വന്നവരെല്ലാം പോയി. റഷ്യൻ ടാങ്കുകൾ ഇരമ്പിയെത്തി കാബൂളിലേക്ക്. കടന്നു പോകേണ്ടി വന്നില്ലേ? അമേരിക്കൻ ടാങ്കുകൾ എത്തി, തിരിച്ചു പോകേണ്ടി വന്നില്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇറാൻ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങൾ ദീർഘകാലം ഒരു രാജ്യത്തിനും പിടിച്ചു വയ്ക്കാനാവില്ല എന്ന ജനറൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അവസാനം വരെ പൊരുതി നിൽക്കാൻ ഇറാൻ ഭരണകൂടം ശ്രമിക്കാനുള്ള സാധ്യത കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ്.